ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ മലയാള വർഷമായ കൊല്ലവർഷം 1200 ഓരോ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടാനിടയുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. ഈ ഉത്രട്ടാതി എന്ന് പറയുന്നത് മീനക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. ഉത്രട്ടാതി ശുഭനക്ഷത്രങ്ങളിൽ ഒന്നാണ് ഉത്രട്ടാതി. ഉത്രട്ടാതിക്കാർക്ക് പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അവർക്ക് 7.5 ശനി കാലമാണ്. 7.5 ശനിയുടെ തുടക്കമാണ് ഈ ഒരു സമയത്ത്. 7.5 ശനി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 3 ഭാഗമായിട്ടാണ് 7.5 ശനി വരുന്നത്. ആദ്യത്തേത് 12-ൽ ശനി, പിന്നെ ജന്മശനി, പിന്നെ 2-ൽ ശനി. അങ്ങനെ 3 ഭാഗമായിട്ടാണ് വരുന്നത്. അതിൽ 12-ൽ ശനി എന്നുള്ള അവസ്ഥയിൽ കൂടെയാണ് ഈ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ കടന്നു പോകുന്നത്. അപ്പോൾ ഉത്രട്ടാതിക്കാർക്ക് 12-ൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ്. പിന്നെ വ്യാഴമാണെങ്കിൽ 3-ലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് ശുഭസ്ഥാനമല്ലല്ലോ. 3-ാം ഭാവം എന്ന് പറയുന്ന വ്യാഴത്തിന് അനുകൂല സ്ഥാനമല്ല. അപ്പോൾ അങ്ങനെ 2 രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പിന്നെ രാഹു അവരുടെ ജന്മക്കൂറിൽ മീനം രാശിയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. കേതുവാണെങ്കിൽ അവരുടെ 7-ാം ഭാവത്തിൽ കൂടിയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വർഷാദ്യം സംഭവിക്കുന്ന കാര്യം. പിന്നെ 2025 മാർച്ച് 29 ആകുമ്പോഴത്തേക്കും ശനി അങ്ങോട്ടെത്തും, ജന്മക്കൂറിലേക്ക് എത്തിച്ചേരും. അതായത് മീനൻ രാശിയിലേക്ക് ശനി സംക്രമിക്കും. അപ്പം ജന്മശനിയായിട്ട് മാറും. പിന്നെ വ്യാഴമാണെങ്കിൽ 2025 മെയ് മാസത്തിൽ മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കും. അപ്പോഴും 4-ൽ വ്യാഴം എന്നുള്ള അവസ്ഥ ഉണ്ടാകും. അപ്പോൾ 3-ൽ വ്യാഴത്തേക്കാൾ ഭേദമാണ് 4-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം. അപ്പോൾ ഇതാണ് ഗ്രഹനില എന്നിരിക്കെ ജന്മനക്ഷത്രത്തിൽ കൂടെ രാഹു സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളിലും തിരിച്ചറിവ് വൈകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത്. ശക്തിയാണെങ്കിലും ദൗർബല്യമാണെങ്കിലും അബദ്ധങ്ങളാണെങ്കിലും ഒക്കെ തിരിച്ചറിയാൻ നമ്മൾ വൈകും. പല കാര്യങ്ങളിലും നമ്മുടെ പ്രതികരണങ്ങൾ കൃത്യസമയത്ത് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രതികരണങ്ങൾ വളരെ ഓവറായി പോകുന്നത് കൊണ്ട് തന്നെ അതായത് നമുക്കറിയത്തില്ലല്ലോ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അറിവ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊരു സെൻസ് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഗ്രഹാവസ്ഥയുടെ ഒരു കുഴപ്പം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചാൽ പോലും അത് പലപ്പോഴും അതിവൈകാരികമായിട്ട് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. ചില സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ശത്രുതാപരമായ ചിന്താഗതി പോലും ഇതുമൂലം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ അവസരത്തിനനുസരിച്ചുള്ള തീരുമാനം എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന സന്ദർഭങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. പിന്നെ പല സുഹൃത്തുക്കളും വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ വിയോഗം അല്ലെങ്കിൽ അവർ ദൂരേക്ക് പോവുക, ഇതൊക്കെ സംഭവിക്കാം. സാമ്പത്തിക ഇടപാടുകളിലാണ് ഏറ്റവും കരുതൽ വേണ്ടത്. ഈ 7.5 ശനിയും 3-ൽ വ്യാഴവും സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ടും ജന്മക്കൂറിൽ രാഹു നിൽക്കുന്നത് കൊണ്ടും കേതുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നത് കൊണ്ടും വളരെയേറെ ശ്രദ്ധ വേണം. ശനിയെക്കൊണ്ട് വലിയ ദോഷം വരികയില്ല. കാരണം ശനി മൂലത്രികോണത്തിലായതുകൊണ്ട് മാരകദോഷങ്ങൾ ഉണ്ടാക്കുകയില്ലെങ്കിലും 12-ൽ ശനി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു അവസ്ഥയാണ്. ചെലവിൻ്റെ സ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് സൂക്ഷിക്കണം. സാമ്പത്തിക ഇടപാട് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം. കടക്കണി വരാനുള്ള സാധ്യതകൾ ഈ വർഷമുണ്ട്. ബിസിനസ്സിൽ പുരോഗതി കുറയും. എന്നാൽ ഗ്രഹനില മാറുമ്പോഴത്തേക്കും വ്യാഴം 3-ൽ നിന്ന് 4-ലേക്ക് മാറുന്നു. ശനി ജന്മക്കൂറിലേക്ക് വരികയും ചെയ്യുമ്പോൾ അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ ബാങ്കിൽ നിന്നുള്ള ലോണിന് അപേക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ അത് മുഖേന സാമ്പത്തികം കയ്യിൽ വന്ന് ചേരും. ഇപ്പം ലോണെന്ന് പറഞ്ഞാലും ബാധ്യതയാണ്, കടമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ നടന്നു പോകാനായിട്ടത് ഉപകരിക്കും എന്ന് മാത്രം. പിന്നെ നേരത്തെ നടത്തിയ ചില നിക്ഷേപങ്ങളൊക്കെ ആ സമയത്ത് തിരിച്ചു കിട്ടും. സാമാന്യം ലാഭകരമായിട്ട് തന്നെ തിരിച്ചു കിട്ടും. അപ്പോൾ ഈ രാഹു മെയ് മാസത്തിൽ 2025 മെയ് മാസത്തിൽ പുറകോട്ട് നീങ്ങി കുംഭത്തിലെത്തുമ്പം 12-ൽ രാഹു എന്നുള്ളൊരു പ്രശ്നം കൂടെ വന്നെത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം അത്ര ഗുണകരമല്ല ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും ചില ബന്ധുക്കളുടെ നിർദ്ദേശം, സഹായം ഒക്കെ ഉണ്ടാകും. ചില സുഹൃത്തുക്കളുടെ സഹായമൊക്കെ അപ്രതീക്ഷിതമായിട്ടുണ്ടാകും. അങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. വലിയ ദോഷകരം ഒന്നുമല്ല, എന്നാൽ ദോഷ അനുഭവങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. തടസ്സങ്ങളും കുറച്ച് ബുദ്ധിമുട്ടുകളും ആയിരിക്കും കൂടുതൽ സുഖാനുഭവങ്ങളെക്കാൾ.
കടുത്ത ദാരിദ്ര്യത്തിലേക്കൊന്നും പോവുകയില്ലെങ്കിലും കടം വാങ്ങുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഈ വർഷം ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇടയുള്ള ഒരു പ്രശ്നം. പിന്നെ അസുഖങ്ങളൊക്കെ ബാധിച്ചേക്കാം. ജാതകത്തിലെ ഗ്രഹനിലകൾക്കനുസരിച്ചാണ് അസുഖങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. എങ്കിലും പൊതുവെ കാൽമുട്ടിന് വേദന, നേത്രരോഗം തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടായേക്കാം. ചില കേസുകളിൽ സർജറി ആവശ്യമായിട്ട് വന്നേക്കാം. പിന്നെ കുടുംബ സ്വസ്ഥത കുറവ് അനുഭവപ്പെട്ടേക്കാം. വ്യാഴം 3-ലാണ്. ജന്മക്കൂറിൽ രാഹുവും പിന്നീട് ജന്മക്കൂറിലേക്ക് ശനി വരുന്ന അവസ്ഥയും ഉണ്ടാകും. അപ്പം വ്യവഹാര പരാജയങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. വീട് വിട്ട് മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അശുഭങ്ങളായ കുറച്ച് വാർത്തകളും കേൾക്കേണ്ടി വരും. പിന്നെ അന്യദേശവാസം നടത്തുന്നവർക്ക് ഇതിൽ നിന്ന് കുറച്ചൊക്കെ ഒരു മോചനം കിട്ടും. വലിയ ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടും. ശനിയുടെ ഫലമായിട്ടും കേതുവിൻ്റെ ഫലമായിട്ടുമൊക്കെ വീട് വിട്ടൊന്ന് മാറി നിൽക്കേണ്ടി വരും. അവിടെ അത് നമുക്ക് പ്രയോജനപ്രദമാക്കാൻ കഴിയുമെങ്കിൽ, വിദേശ ജോലി പ്രയോജനപ്രദമാക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാം. എങ്കിലും ആ സമയത്ത് നമുക്ക് പല ചടങ്ങുകളിലും പങ്കെടുക്കാൻ പറ്റാതെയൊക്കെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. വർഷാദ്യം വലിയ പ്രശ്നമുണ്ടാകുകയില്ല. കുടുംബകാര്യങ്ങളൊക്കെ നടന്നു പോകും. പുത്രസുഖമൊക്കെ ഉണ്ടാകും. പക്ഷേ കൃഷിയിൽ നിന്ന് നഷ്ടമൊക്കെ ഉണ്ടാകും. ജോലി നഷ്ടം വരികയോ ജോലിയിൽ പ്രയാസങ്ങൾ ഉണ്ടാകാനോ ഒക്കെ വർഷാദ്യം സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ശത്രുദോഷം അല്പം കൂടുന്നൊരു സമയമാണ്. അതാണ് ഈ സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ബിസിനസ്സിലാണെങ്കിലും സാമ്പത്തിക ഇടപാടുകളിലാണെങ്കിലും സൂക്ഷിക്കണം. നമ്മൾ വളരെ വിശ്വസ്തരെന്ന് വിചാരിച്ചിരുന്ന ആളുകളിൽ നിന്ന് പോലും ചതിവ് പറ്റാനുള്ളൊരു സാധ്യത ഉണ്ട്. രോഗാദി ദുരിതങ്ങൾ ഉണ്ടാകാം. അഗ്നി, ആയുധം തുടങ്ങിയവ കൈകാര്യം ചെയ്യുമ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. അത് കൂടുതലും ചൊവ്വയുടെ സ്ഥാനം ആശ്രയിച്ചാണ്. ഇപ്പോൾ ചൊവ്വ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഇടയ്ക്കിടയ്ക്ക് രാശി മാറുമ്പോൾ വരുന്നുണ്ട്. നമ്മുടെ ഒരു ഓവറോൾ ഫലം കണക്കാക്കിയാണ് പറയുന്നത്. ഈ പ്രധാനമായിട്ടും വ്യാഴം, ശനി, രാഹു, കേതുക്കൾ ഇതാണ് ദീർഘകാല ഫലം തരുന്നത്. പിന്നെ ശുക്രനും ബുധനുമൊക്കെ 1 മാസമോ അതിൽ താഴെയോ മാത്രമാണ് ഒരു രാശിയിൽ കൂടെ സഞ്ചരിക്കുന്നത്. ചൊവ്വയാണെങ്കിൽ 1.5 മാസമാണ് ഒരു രാശിയിൽ കൂടെ സഞ്ചരിക്കുന്നത്. സൂര്യൻ 1 മാസമാണ് ഒരു രാശിയിൽ കൂടെ സഞ്ചരിക്കുന്നത്. ചന്ദ്രൻ 2.25 ദിവസം വീതം ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും ഓരോ രാശി. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ ദീർഘകാല അനുഭവങ്ങൾ നൽകുന്ന ഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തിയും പിന്നെ മറ്റ് ഗ്രഹങ്ങളുടെ ഹ്രസ്വകാല ചാരഫലം അല്ലെങ്കിൽ സഞ്ചാരഫലം ചേർത്താണ് നമ്മൾ ഈ ഫലം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ശത്രുഭയമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായേക്കാം. പിന്നെ അധ്വാനത്തിന് തക്കതായ പ്രതിഫലം ലഭിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം മനസ്സിന് തോന്നിയേക്കാം. പല കാര്യങ്ങളിലും മന്ദത അനുഭവപ്പെടും. വർഷമധ്യത്തോടെ കുറച്ചുകൂടെ അവസ്ഥകൾ ഭേദമാകും. വിശിഷ്ട വ്യക്തികളുമായിട്ടൊക്കെ പരിചയപ്പെടാനും ഒന്നിച്ച് ചില പരിപാടികളൊക്കെ ചെയ്യാനും സാധിക്കും. പ്രത്യേകിച്ച് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിശിഷ്ടരായ കലാകാരന്മാരുമായിട്ട് പരിചയപ്പെടാനോ അവരോടൊപ്പം പ്രോഗ്രാം ചെയ്യാനോ ഒക്കെ സാധിക്കുന്നതാണ്. പിന്നെ ഭൂമി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വർഷമധ്യത്തോടെ അത് സാധിക്കാൻ ഇടയുണ്ട്. അലർജി, ത്വക്ക് സംബന്ധമായ രോഗങ്ങളൊക്കെ വർഷമധ്യത്തിൽ ഉണ്ടായേക്കാം. ഉഷ്ണരോഗത്തിനും ഹൃദയ സംബന്ധ രോഗത്തിനുമൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. വിഷു ഫലം എന്ന് പറയുന്നത് അല്ലെ വിഷു ഫലം കൂടെ നമ്മൾ ചേർത്ത് ചിന്തിക്കണം. വളരെ ദോഷകരമൊന്നുമല്ല, എങ്കിലും ആ സമയത്തൊക്കെ കുറച്ച് പണനഷ്ടം ഉണ്ടായേക്കാം. ഈ മേടമാസമൊക്കെ ആകുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും നമുക്ക് ഗുണകരമല്ല. ബിസിനസ്സിൽ ചിലപ്പോൾ ധനനഷ്ടം ഉണ്ടാകാം. അല്ലെങ്കിൽ പണം ഏതെങ്കിലും രീതിയിലൊക്കെ കൈമോശം വരികയോ അധിക ചിലവ് വന്ന് നമ്മൾ ശേഖരിച്ച് വെച്ചിരുന്ന ഒരു ഉദ്ദേശത്തിന് വേണ്ടി ശേഖരിച്ച് വെച്ചിരുന്ന പണം എടുത്തു പോവുകയൊക്കെ ചെയ്തേക്കാം. വർഷാവസാനം ആകുമ്പോഴത്തേക്കും അഗ്നി, ആയുധം തുടങ്ങിയവ ഉപയോഗിക്കുമ്പോഴുള്ള വളരെ സൂക്ഷ്മത വേണം. മോഷണ ശ്രമമൊക്കെ നടക്കാൻ ഓഫീസിലൊക്കെ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ബന്ധുജനങ്ങളൊക്കെ വിട്ടുപോവുകയോ ദൂരേക്ക് മാറിപ്പോവുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കർക്കിടക മാസത്തിലെ ഭൂമിയൊക്കെ വിൽപ്പന നടത്താൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽപ്പെട്ട ചില ബന്ധുക്കളുമായിട്ട് കലഹം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഭക്ഷ്യവിഷബാധ ഏൽക്കാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് പഴകിയ ഭക്ഷണമോ വൃത്തിയില്ലാത്ത സ്ഥലത്തു നിന്നുള്ള ഭക്ഷണമോ ഒന്നും കഴിക്കരുത്. അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങളുടെ കാര്യത്തിലും ഒന്ന് സൂക്ഷിക്കണം.
അതായത് ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്ന ശേഷം ദേഹശുദ്ധി വരുത്തിയിട്ടേ നമ്മൾ കിടന്നുറങ്ങാവുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വർഷാവസാനം ഒന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യപരമായ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഈ കുടുംബകലഹം കഴിയുന്നത് ഒഴിവാക്കുക. ചെറിയൊരു തർക്കം വന്നാലും നമ്മളൊരു സംയമനത്തോടെ മാത്രം പ്രതികരിക്കുക. മോശം വാക്കുകളൊന്നും ഉപയോഗിക്കാതെ സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഉത്രട്ടാതിക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റുള്ളവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ നമ്മൾ ബുദ്ധിമുട്ടും. കാരണം നമുക്ക് തന്നെ അതിനെപ്പറ്റി പൂർണ്ണമായൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല. അതാണ് ഉത്രട്ടാതിക്കാർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകും. അപ്പോൾ അത് നമ്മുടെ ജോലിയെയും ജീവിതത്തിലെ പല കാര്യങ്ങളെയും വ്യാപാരത്തെയുമൊക്കെ നല്ലൊരളവ് ബാധിക്കും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ധനനഷ്ടം ഉണ്ടാകാൻ ഇടയുള്ള കാര്യങ്ങൾ ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കും. അപ്പം ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പണമിടപാടുകളിൽ, ആളുകളുമായിട്ടുള്ള സംസാരത്തിൽ, ആളുകളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ, അതുപോലെ തന്നെ വ്യാപാര കാര്യങ്ങളിൽ ഒക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യകാര്യത്തിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. വ്യാഴമാറ്റ സമയത്ത് കുടുംബത്തിൽ സ്വസ്ഥത കുറയാനോ നമ്മൾ വീട് വിട്ടൊന്ന് മാറി നിൽക്കേണ്ടി വരികയൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ശനിയുടെ മാറ്റം വരുന്ന സമയത്ത് ബന്ധുയോഗമൊക്കെ ഉണ്ടായേക്കാം. ജന്മശനിയാണല്ലോ, ജന്മശനി ആരംഭിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. രാഹുകേതു മാറ്റ സമയത്ത് പല പല വെല്ലുവിളികളും നേരിടേണ്ടി വരും. എന്നാൽ ചില നേട്ടങ്ങളും ഉണ്ടാകും. രാഹു 12ലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് പെട്ടെന്നുള്ള ചില ധനഭാഗ്യങ്ങളോ, പെട്ടെന്ന് ആരെങ്കിലും വന്ന് കുറച്ച് പൈസ തരാനൊക്കെ സാധ്യതയുണ്ട്. മിക്കവാറും അത് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കടം കൊടുത്തിട്ട് കിട്ടാതെ കിടന്ന പൈസയൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ ഈ രാഹു മാറുന്ന സമയത്ത് ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് തിരിച്ചു വാങ്ങിച്ച് എടുക്കാൻ സാധിക്കും. ബിസിനസ്സിൽ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളനുസരിച്ച് നമ്മൾ പ്രാർത്ഥനയും വഴിപാടുകളും ചെയ്യുക. നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങളും അതോടൊപ്പം ചെയ്യുക. ശ്രദ്ധ വേണം. പണമിടപാടുകളിലും വ്യാപാരത്തിലും നമ്മൾ ചെയ്യുന്ന ജോലിയിലുമൊക്കെ നല്ലൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് പരിഹാര കർമ്മങ്ങളിലേക്ക് നോക്കുമ്പോഴത്തേക്കും, കേതുദശയാണിപ്പോൾ നടക്കുന്നതെങ്കിൽ, നമ്മൾ കടന്നു പോകുന്ന കാലം കേതുദശയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വളരെയേറെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കേതുദശയുടെ ദോഷത്തിന് പരിഹാരം ചെയ്യേണ്ടതാണ്. ഈ ദശാകാലങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോയാലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ കേതുദശയോടൊപ്പം തന്നെ സൂര്യദശ, ചൊവ്വാദശ, ഈ ദശകളിൽ കൂടെ കടന്നു പോകുന്നവരും ദോഷപരിഹാരം ചെയ്യുക. അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. പ്രധാനമായിട്ടും 7.5 ശനിക്കാലമായതുകൊണ്ട് ശാസ്താവിൻ്റെ പ്രീതി വരുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ശാസ്താവിന് നെയ്വിളക്ക് തെളിയിക്കുക, നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് എള്ളുതിരി തെളിയിക്കുക, ശാസ്താവിന് എള്ളു പായസം സമർപ്പിക്കുക, നീരാജനം സമർപ്പിക്കുക തുടങ്ങിയ നമ്മളെക്കൊണ്ട് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്കും ഇതോടൊപ്പം തന്നെ നീരാജനം നടത്തുന്നത് നല്ലതാണ്. അർച്ചനകൾ ചെയ്യുന്നത് നല്ലതാണ്. വ്യാഴത്തിനും ഇതുപോലെ തന്നെ അർച്ചനകളും വഴിപാടുകളും വിളക്കുമൊക്കെ സമർപ്പിച്ച്, വിളക്കെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കിട്ടുമല്ലോ, ക്ഷേത്രത്തിൽ കിട്ടുന്ന നെയ്വിളക്ക് വാങ്ങിച്ച് തെളിയിച്ച് പിന്നെ വ്യാഴത്തിന് മുമ്പിൽ സമർപ്പിക്കുക. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനവും ഏറ്റവും നല്ലതാണ്. മാസത്തിലൊന്നെങ്കിലും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. പിന്നെ ഉത്രട്ടാതി ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളായ പൂയം, അനിഴം ദിവസങ്ങളിലോ ശാസ്താക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. രോഗാദി ദുരിതങ്ങൾ അലട്ടുന്ന സമയത്ത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് തോന്നുന്ന സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. 2 കൂവളമാല വാങ്ങിച്ചിട്ട് സമർപ്പിക്കുക. 2 കൂവളമാല. അത് ഓരോ ക്ഷേത്രത്തിൽ ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ചിലയിടത്ത് എണ്ണമാലയായിട്ട് 2 എണ്ണം ചേർത്ത് തരും. ചില ക്ഷേത്രത്തിൽ ഒരു കൂവളമാലയും ഒരു വെളുത്ത പുഷ്പം കൊണ്ടുള്ള ഒരു മാലയുമായിരിക്കും തരുന്നത്. അപ്പം ചാർത്തേണ്ടത് നേരെ തിരിച്ചാണ്. കൂവളമാല പാർവതിക്കും വെളുത്ത മാല ശിവനുമായിട്ടാണ് ചാർത്തേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. 2 കൂവളമാല ചെയ്യുന്ന ക്ഷേത്രത്തിലാണെങ്കിൽ 2 ശിവനും പാർവതിക്കും ഓരോ മാല സമർപ്പിക്കുക. അപ്പോൾ അതുകൊണ്ടൊക്കെ ദാമ്പത്യ ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ നല്ലൊരു അളവ് വരെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള പരിഹാരങ്ങൾ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക.
നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓണക്കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ജീവിതം വളരെ നന്നായിരിക്കട്ടെ. നിങ്ങളുടെ സന്താനങ്ങൾക്കും വീട്ടിലുള്ള പ്രായമുള്ള ആളുകൾക്കൊക്കെ ഗുണകരമായൊരു കാലമായിരിക്കട്ടെ വരുന്നത് എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പ് പോലെയാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുക, നമ്മുടെ പ്രവർത്തന രീതി അതനുസരിച്ചൊന്ന് ക്രമീകരിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നമസ്കാരം.